ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വെൽ സർക്യൂട്ട്. നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ബൈബിറ്റിൽ റവോക്സിൻ്റെ എയർ ഡ്രോപ്പിൻ്റെ ഒരു ഇവൻറ്റ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അതിലെങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. നമ്മൾ ഓൾറെഡി ബൈനാൻസിൽ റവോക്സിൻ്റെ എയർ ഡ്രോപ്പ് ഫാം ചെയ്തതാണ്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ന് ബൈബിറ്റിൽ വന്നിരിക്കുന്ന റവോക്സിൻ്റെ പ്രീമിയം പോയിന്റ്സ് എങ്ങനെ കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. എല്ലാവർക്കും അറിയേണ്ട ലിസ്റ്റിംഗ് എന്നാണ്, വിഡ്രോവൽ എന്നാണ് എന്നുള്ളതാണ്. നിങ്ങൾ മനസ്സിലാക്കുക, ബൈബിറ്റിലും ബൈനാൻസിലും ഇവൻറ്റ് വന്നു കഴിഞ്ഞു. ഉറപ്പായിട്ടും ബൈബിറ്റിലും ബൈനാൻസിലും ലിസ്റ്റ് ആവും. കുറച്ച് ക്ഷമയോടെ ഇരിക്കുക. ഞാൻ എപ്പോഴും പറയുന്നതാണ്, എയർ ഡ്രോപ്പ് ഫാമിംഗ് ക്ഷമയുള്ളവർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണ്. ബൈബിറ്റിൽ വന്നത് ബൈനാൻസിൽ നിന്ന് ഡിഫറൻ്റ് ആണ്. നമ്മൾ ഡെയിലി കയറി ചെക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഡെയിലി യാസ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് 3 ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുക, അപ്പോൾ തന്നെ നമുക്ക് കുറച്ച് പ്രീമിയം പോയിന്റ്സ് കിട്ടും. ഓക്കെ, ഈസിയാണ്. ഒരു 2 മിനിറ്റിൻ്റെ പരിപാടി മാത്രമേ ഉള്ളൂ. ബൈബിറ്റിൽ നടക്കുന്ന റവോക്സിൻ്റെ ഇവൻറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും പിൻഡ് കമൻ്റ് ആയിട്ടും കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസാണ് ഓപ്പൺ ആയി വരാം. ഓക്കെ, ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത്, ഇവിടെ കണക്ട് എന്ന് പറയുന്ന ബട്ടൺ കാണാൻ പറ്റും, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബൈനാൻസ് വെബ്3 വാലറ്റ്, നിങ്ങളുടെ ഫോണിൽ ഏതൊക്കെ വാലറ്റുകൾ നിങ്ങൾ ഇൻസ്റ്റാൾ ആക്കി വെച്ചിട്ടുണ്ടോ അതെല്ലാം കാണാൻ പറ്റും. നമ്മളിവിടെ കണക്ട് ചെയ്യേണ്ടത് ബൈബിറ്റ് വാലറ്റ് ആണ്. ഓക്കെ, വെബ്3 വാലറ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ബൈബിറ്റിൽ അക്കൗണ്ട് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഇനി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ട അങ്ങനെ അറിയില്ലെങ്കിൽ അതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. തീർച്ചയായിട്ടും അത് കണ്ട് ഒരു ബൈബിറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഇനി മുൻപിലോട്ട് ഈ ഒരു വീഡിയോ കാണാം. അപ്പോൾ ഇവിടെ ചെയ്യേണ്ട ബൈബിറ്റ് വാലറ്റ് ക്ലിക്ക് ചെയ്യുക. ബൈബിറ്റ് വാലറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബൈബിറ്റിൻ്റെ ആപ്പ് ഓപ്പൺ ആവും. ഓക്കെ, ബൈബിറ്റിൻ്റെ ആപ്പ് ഓപ്പൺ ആയി കഴിയുമ്പോൾ നമുക്ക് യു ആർ വിസിറ്റിംഗ് എ തേർഡ് പാർട്ടി ഡി ആപ്പ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു പോപ്പപ്പ് വരും. ഇത് നമ്മൾ ബൈബിറ്റിൻ്റെ സ്വന്തം പേജല്ല, ഒരു എക്സ്റ്റേണൽ പേജാണ് വിസിറ്റ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ജസ്റ്റ് ഒരു ഡിസ്ക്ലൈമർ മാത്രമാണ്. കൺഫേം ക്ലിക്ക് ചെയ്യുക. കൺഫേം ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ കണക്ഷൻ റിക്വസ്റ്റ് വരും. ഇവിടെ കണക്ട് കൊടുക്കുക. കണക്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വാലറ്റ് കണക്ട് ആയി കഴിഞ്ഞു. നമ്മുടെ ബൈബിറ്റിൻ്റെ വെബ്3 വാലറ്റും ഓപ്പൺ ആയി കഴിഞ്ഞു. ഇവിടെ നമുക്കൊരു സൈൻ റിക്വസ്റ്റും കൂടെ വരും. ഓട്ടോമാറ്റിക്കലി വരും. ഒരു 5-6 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. നമുക്ക് ഈ ഒരു കണക്ട് കൊടുത്തതിന് ശേഷം ഒരു 10 സെക്കൻഡോളം ടൈം എടുത്താൽ മാത്രമാണ് ഈ സൈൻ വരിക. അതിനുശേഷം ഈ സൈനും ക്ലിക്ക് ചെയ്യുക. സൈൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാലറ്റ് കണക്ഷൻ സക്സസ് ആയി കഴിഞ്ഞു. നിങ്ങൾക്ക് ഇനി വെബ്3 വാലറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു വെബ്3 വാലറ്റ് ക്രിയേറ്റ് ചെയ്യാൻ കാണിച്ചേക്കാം. ജസ്റ്റ് ഒരു വെബ്3 വാലറ്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് കംപ്ലീറ്റ് ആവും. ഇവിടെ നമുക്ക് ഡിസ്കവർ വെബ്3 ഗെയിൻസ് എന്ന് പറയുന്ന സെക്ഷനിൽ ആദ്യം തന്നെ കാണാം റവോക്സ് എയർ ഡ്രോപ്പ്. ഇത് ക്ലിക്ക് ചെയ്യാം. ഇത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ എയർ ഡ്രോപ്പിൻ്റെ പേജ് ഓപ്പൺ ആവും. ഇവിടെ നമ്മൾ ചെയ്യേണ്ട 3 കാര്യങ്ങളാണ്. ഒന്ന്, ഫോളോ റവോക്സ് ഓൺ എക്സ്, അതായത് ട്വിറ്ററിൽ പോയിട്ട് റവോക്സിൻ്റെ അക്കൗണ്ടിനെ ഫോളോ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഫോളോ എന്ന് പറയുന്ന ബട്ടൺ ഉണ്ടാവും. ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ട്വിറ്റർ അക്കൗണ്ട് ഒന്ന് കണക്ട് ചെയ്യാൻ പറയും. ട്വിറ്റർ അക്കൗണ്ട് ഒന്ന് കണക്ട് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് ഈ റവോക്സിനെ പോയി ഫോളോ ചെയ്യുക. നെക്സ്റ്റ് ടാസ്ക് എന്ന് പറഞ്ഞാൽ റീപോസ്റ്റ് ഓൺ എക്സ് ആണ്. അതായത് ഇവരുടെ ഒരു പോസ്റ്റ് ഉണ്ട്, അതൊന്ന് ജസ്റ്റ് റീപോസ്റ്റ് ചെയ്യണം. അത് റീപോസ്റ്റ് ചെയ്യുക. അതിനുശേഷം റിഫ്രഷ് ക്ലിക്ക് ചെയ്ത് ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആവും. 3ാമത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ ക്ലെയിം ഡെയിലി ക്രെഡിറ്റ് ഓൺ റവോക്സ് ലെൻസ് എന്നുള്ളതാണ്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ പോകുന്ന റവോക്സ് ലെൻസിൻ്റെ പേജിലേക്കാണ്. ഓക്കെ, ഇവിടെ നമുക്ക് കണക്ഷൻ റിക്വസ്റ്റ് വീണ്ടും വരും. നമ്മുടെ വാലറ്റ് സൈറ്റിലേക്ക് കണക്ട് ചെയ്യാനുള്ള റിക്വസ്റ്റ് ആണ്. ഇവിടെ നമുക്ക് ഇതേറിയ മാൻഡലി BNB പോളിഗൺ ഒപ്റ്റിമിസം അങ്ങനെ കുറേ ചെയിനുകൾ കാണാം. അപ്പോൾ ഈ ചെയിനിൽ നമ്മൾ ചൂസ് ചെയ്യേണ്ടത് ഒന്നെങ്കിൽ ലീനിയാണ് അല്ലെങ്കിൽ BNB ആണ്. ഞാനിവിടെ BNB ചെയിൻ ചൂസ് ചെയ്തു. അതിനുശേഷം കണക്ട് കൊടുത്തു. ഇത് മറക്കരുത്, BNB ചെയിൻ ചൂസ് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ വർക്കിംഗ് ആവുള്ളൂ എന്ന കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യുക, കണക്ട് എന്ന് പറയുന്ന ബട്ടൺ കാണാം ഇവിടെ, അത് കണക്ട് കൊടുക്കുക. കണക്ട് കൊടുത്ത് കഴിയുമ്പോൾ വീണ്ടും എന്ത് ചെയ്യണം, ബൈബിറ്റ് വാലറ്റ് സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ വാലറ്റോടെ കണക്ഷൻ റിക്വസ്റ്റ് വീണ്ടും വരും. സൈൻ കൊടുക്കുക. സൈൻ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനൊരു പേജിലേക്കാണ് വരിക. ഇവിടെ നിങ്ങളുടെ വാലറ്റ് കണക്ട് ആയത് കാണാൻ പറ്റും കൃത്യമായിട്ട് തന്നെ. അതിനുശേഷം ഡെയിലി ക്രെഡിറ്റ് എന്ന് പറയുന്ന ഒരു സെക്ഷനും കാണാം. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചെയിൻ OP BNB ആയിരിക്കും കിടക്കുന്നത്. അതുപോലെ തന്നെ ക്ലെയിം 20 ക്രെഡിറ്റ് എന്നും കാണാം. നിങ്ങൾ ജസ്റ്റ് ഇപ്പോൾ ക്ലെയിം അടിച്ച് കഴിഞ്ഞാൽ ക്ലെയിം ആവില്ല. നിങ്ങൾക്ക് OP BNB അല്ല വേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ ചെയിൻ നമുക്ക് മാറ്റണം. ജസ്റ്റ് ആ ചെയിൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് BNB ചെയിൻ കാണാം, ലീനിയ കാണാം. ഇതിൽ ഏതെങ്കിലും ഒന്നാണ് സെലക്ട് ചെയ്യേണ്ടത്. BNB ചെയിനാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. BNB ചെയിൻ സെലക്ട് ചെയ്തു. അപ്പോൾ ഒരു 8 രൂപ നിങ്ങൾക്ക് BNB ആയിട്ട് നിങ്ങളുടെ ബൈനാൻസിൻ്റെ അക്കൗണ്ടിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു പേജ് എല്ലാം ക്ലോസ് ചെയ്യുക. ഇനി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതെല്ലാം ക്ലോസ് ചെയ്ത് എക്സ്ചേഞ്ചിലേക്ക് വരിക. ഓക്കെ, വെബ്3 വാലറ്റ് എന്ന് പറയുന്ന സെക്ഷൻ മാറ്റി എക്സ്ചേഞ്ചിലേക്ക് ഇടുക. അപ്പോൾ എക്സ്ചേഞ്ച് ഓപ്പൺ ആവും. നിങ്ങളിവിടെ BNB ഒരു USDT എങ്കിലും പർച്ചേസ് ചെയ്യാം. മിനിമം നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 0.0006 BNB ആണ്. നമുക്ക് മിനിമം നമ്മുടെ വെബ്3യിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നത്. അതിൻ്റെ വില എന്ന് പറഞ്ഞാൽ 0.3 USDT ആണ്. $1 പോലും ഇല്ല. അപ്പോൾ 0.3 USDT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 രൂപയാണ് ഇന്ത്യൻ മണിയിൽ നോക്കുമ്പോൾ. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു USDT എങ്കിലും നമുക്ക് മിനിമം BNB പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു USDT ആണ്. നമുക്ക് പിന്നെ പോയിന്റ് വാല്യൂലൊന്നും പർച്ചേസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു USDT, അതായത് 80 രൂപയ്ക്കെങ്കിലും നിങ്ങൾ നിങ്ങളുടെ BNB പർച്ചേസ് ചെയ്യണം. ഈ 80 നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി 25 രൂപ മാത്രം മതി. ഓക്കെ, 0.3 BNB മാത്രം മതി. അതിന് പുറമെ കുറച്ച് ഫീയും വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു USD എങ്കിലും മിനിമം ട്രാൻസ്ഫർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇതെങ്ങനെ ബൈ ചെയ്യാമെന്നുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. എങ്ങനെ അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ ബൈബിറ്റിലേക്ക് ഫണ്ട് ആഡ് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. എങ്ങനെ ബൈബിറ്റിലേക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ഫണ്ട് ആഡ് ചെയ്യാം, എങ്ങനെ ക്രിപ്റ്റോ പർച്ചേസ് ചെയ്യാം, ഇതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ജസ്റ്റ് കാണിച്ചു തരുന്നുള്ളൂ. കാരണം ഓൾറെഡി നമ്മളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചതാണ് നമ്മുടെ ക്രിപ്റ്റോ ട്രേഡിംഗ് സീരീസിൽ. അപ്പോൾ അത് കാണാത്തവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷനിൽ ആ ഫുൾ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് കൊടുക്കാം. ഓരോ എപ്പിസോഡ് വൈസ് നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. ഓരോ നമ്പർ നോക്കി കൃത്യമായ എപ്പിസോഡ് വൈസിൽ കണ്ട് പഠിച്ചതിന് ശേഷം മാത്രം ചെയ്യുക. അപ്പോൾ നമ്മൾ BNB പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അസറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ യൂണിഫൈഡ് ട്രേഡിംഗ് അക്കൗണ്ടിലാണ് അത് കാണാൻ പറ്റുക. അത് നമുക്ക് നമ്മളുടെ വെബ്3യിലേക്ക് മാറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് ഫണ്ടിങ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഇതൊക്കെ ഞാൻ എല്ലാ വീഡിയോയിലും കാണിക്കുന്നതാണ്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയായിരിക്കും. അത് നമ്മുടെ ഫണ്ടിങ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം.
എന്നിട്ട് എന്ത് ചെയ്യുക, വീണ്ടും എക്സ്ചേഞ്ച് എന്നത് മാറ്റിയിട്ട് വെബ്3യിലേക്ക് ഇടുക. അപ്പോൾ നിങ്ങളുടെ വെബ്3 വാലറ്റ് ഓപ്പൺ ആവും. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് വാലറ്റിലേക്ക് വരിക. വാലറ്റ് സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന ബട്ടൺ കാണും. ഡെപ്പോസിറ്റ് ക്ലിക്ക് ചെയ്യുക. ഡെപ്പോസിറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഏത് കോയിനാണ് ഡെപ്പോസിറ്റ് ഉണ്ടെന്ന് ചോദിക്കും. നിങ്ങൾക്ക് BNB ഇവിടെ കാണുന്നില്ലെങ്കിൽ ജസ്റ്റ് BNB എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ BNB കാണും, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ QR കോഡും കോപ്പി അഡ്രസ് എല്ലാം കാണാം. നിങ്ങൾക്ക് ഇവിടെ ട്രാൻസ്ഫർ ഫ്രം ബൈബിറ്റ് അക്കൗണ്ട് എന്ന് പറയുന്ന ബട്ടൺ കാണാം, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ബൈബിറ്റിൻ്റെ അക്കൗണ്ടിലുള്ള BNB നമുക്ക് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് മിനിമം ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന 0.006 BNB ആണ്, അതായത് 8 രൂപ. ഓക്കെ, 8 രൂപയാണ് മിനിമം നമുക്ക് വെബ്3യിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നത്. അതിന് പുറമെ 0.006 BNB നമുക്ക് ഒരു ഫീ ആയിട്ടും വരും, വിഡ്രോവൽ ഫീ ആയിട്ടും വരും. അപ്പോൾ മൊത്തത്തിൽ 16 രൂപ ഉണ്ടെങ്കിലാണ് നമുക്ക് നമ്മുടെ വെബ്3യിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും നമ്മുടെ BNB. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് എത്ര വാല്യൂ ആണോ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ആ വാല്യൂ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. മിനിമം വാല്യൂ എന്ന് പറഞ്ഞാൽ 0.0006 BNB ആണെന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. അതാണ് നമുക്ക് മിനിമം നമ്മുടെ ബൈബിറ്റിൻ്റെ വാലറ്റിൽ നിന്നും നമ്മുടെ വെബ്3 വാലറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന വാല്യൂ. ആ വാല്യൂ എൻ്റർ ചെയ്തതിനു ശേഷം വിഡ്രോ അടിക്കുക. വിഡ്രോ അടിക്കുമ്പോൾ നിങ്ങളുടെ വിഡ്രോവൽ പാസ്വേഡും കാര്യങ്ങളൊക്കെ ചോദിക്കും. നിങ്ങൾ സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സെറ്റ് ചെയ്യുക. അതിനുശേഷം ആ വിഡ്രോവൽ പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിഡ്രോ ആക്കാൻ പറ്റും. അതിനുശേഷം ഓർഡർ സബ്മിറ്റഡ് എന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, വെയിറ്റ് ചെയ്യുക. ഒരു 2-3 മിനിറ്റ് കഴിയും നമ്മളുടെ വെബ്3 വാലറ്റിലേക്ക് എത്താൻ. എനിക്കിവിടെ ഒരു 30 സെക്കൻഡിനകത്ത് തന്നെ വന്നു. നിങ്ങൾക്കും ഒരു 2-3 മിനിറ്റ് മാക്സിമം എടുക്കുള്ളൂ, അതിനുള്ളിൽ തന്നെ ഇവിടെ എത്തും. ജസ്റ്റ് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാല്യൂ ഇവിടെ വന്നത് കാണാം. ഇനി എന്ത് ചെയ്യുക, വീണ്ടും നമ്മുടെ ഹോം സെക്ഷനിലേക്ക് വരിക. ഹോമിലേക്ക് വന്നതിന് ശേഷം വീണ്ടും ഈ റവോക്സ് എയർഡ്രോപ്പിൻ്റെ പേജിലേക്ക് കയറുക. ഇവിടെ കയറിയതിനു ശേഷം വീണ്ടും നമ്മുടെ മൂന്നാമത്തെ ടാസ്ക്കായ ക്ലെയിം ഡെയിലി ക്രെഡിറ്റ് ഓൺ റവോക്സ് ലെൻസ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും നമുക്ക് നമ്മുടെ ആ സൈറ്റിലേക്ക് പോകും. റവോക്സ് ലെൻസിൻ്റെ ഇവിടെ നമ്മൾ വീണ്ടും ചെയിൻ മാറ്റി OPBNB മാറ്റി BNB സ്മാർട്ട് ചെയിൻ ഇടണം, എങ്കിൽ മാത്രമേ വർക്ക് ആവുള്ളൂ. അപ്പോൾ നിങ്ങളുടെ BNB സ്മാർട്ട് ചെയിൻ സെലക്ട് ചെയ്തതിന് ശേഷം ക്ലെയിം 20 ക്രെഡിറ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഗ്യാസ് ഫീ പേ ചെയ്യാൻ പറയും. ജസ്റ്റ് ഗ്യാസ് ഫീ കൺഫേം കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് പോവുക $0.10 മാത്രമാണ്. ഓക്കെ, വലിയ പൈസയോ കാര്യങ്ങളൊന്നും പോകില്ല. $0.10 ഒരു പ്രാവശ്യം ഇത് ചെയ്യാനുള്ള ഗ്യാസ് ഫീ. ഇത് ഡെയിലി വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ചെയ്യുന്നതോറും നിങ്ങൾക്ക് പോയിന്റ്സ് കൂടിക്കൊണ്ടിരിക്കും, നിങ്ങൾക്ക് കിട്ടുന്ന എയർ ഡ്രോപ്പ് അലോക്കേഷനും കൂടും. പക്ഷേ നിങ്ങളിത് ബൈനാൻസിന് ചെയ്താൽ മതി. ബൈബിറ്റ് നീ ഡെയിലി ക്രെഡിറ്റ് ചെയ്യേണ്ട. കാരണം നമുക്കിവിടെ ചിലവാകുന്ന പൈസ ഭയങ്കര കൂടുതലാണ്. നമ്മൾ ബൈനാൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബൈനാൻസിൽ നമ്മൾ ചെയ്യുന്നത് OPBNB നെറ്റ്വർക്കിലാണ്, അല്ലെങ്കിൽ ചെയിനിലാണ്. ബൈബിറ്റിൽ വരുമ്പോൾ അത് BNB സ്മാർട്ട് ചെയിനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഗ്യാസ് ഫീ കൂടുതലാണ്. അതുകൊണ്ട് ഒരു പ്രാവശ്യം ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ മാത്രം ഇത് ചെയ്താൽ മതി, ഡെയിലി ക്രെഡിറ്റിൻ്റെ സംഭവം. അല്ലാതെ ഡെയിലി ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ക്ലെയിം ആയി കഴിഞ്ഞാൽ നമ്മളുടെ മൂന്നാമത്തെ ടാസ്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. അതിനുശേഷം എന്ത് ചെയ്യുക, ഈ റിവാർഡ്സ് എന്ന് പറയുന്ന സെക്ഷനിലേക്ക് വരിക. റിവാർഡ് സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ അനലൈസ് 1 ടോക്കൺ എന്ന് പറയുന്ന ഒരു ടാസ്ക് ഉണ്ടാവും. ആ ഒരു ടാസ്ക് കൂടി കംപ്ലീറ്റ് ചെയ്യാം. കാരണം നമ്മൾ ഓൾറെഡി ഇന്നത്തെ ഗ്യാസ് ഫീ പേ ചെയ്ത് ഇന്നത്തെ ക്രെഡിറ്റ് എടുത്തു കഴിഞ്ഞു. അപ്പോൾ ക്രെഡിറ്റിന് വേസ്റ്റ് ആക്കണ്ട. നിങ്ങൾ എന്ത് അനലൈസ് ടോക്കൺ കൊടുത്തതിന് ശേഷം 5 ടോക്കൺ ലോക്കായിട്ടുള്ള 5 ടോക്കൺ അനലൈസ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് അനലൈസ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് പോകുക. 5 എണ്ണം അങ്ങനെ 5 ടോക്കൺ അനലൈസ് ചെയ്താൽ നിങ്ങൾക്ക് 100 പോയിന്റ് കിട്ടും. അത് ക്ലെയിം ചെയ്ത് വെക്കാം. ഇത്രയും ചെയ്താൽ മതി. ഓക്കെ, ബാക്കി ഡെയിലി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഡെയിലി ചെയ്യാൻ താല്പര്യമുള്ളവനാണെങ്കിൽ ബൈനാൻസിൽ ചെയ്യുക, ഒരിക്കലും ബൈബിറ്റിൽ ചെയ്യേണ്ട. ബൈബിറ്റിൽ BNB സ്മാർട്ട് ചെയിൻ ആയതുകൊണ്ട് തന്നെ ഗ്യാസ് ഫീ കൂടുതലാണ്. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, ഈ ഒരു പേജ് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്ത് ഒന്ന് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മൂന്നാമത്തെ ടാസ്ക് കംപ്ലീറ്റ് ആയത് കാണാൻ പറ്റും. ഓക്കെ, അതിനുശേഷം ക്ലെയിം എയർ ഡ്രോപ്പ് എന്ന് പറയുന്ന ബട്ടൺ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ എന്താണ് എയർ ഡ്രോപ്പ് ആയിട്ട് കിട്ടുന്നത് എന്നുള്ള കാര്യം കാണാൻ പറ്റും. എത്ര പ്രീമിയം പോയിന്റ്സ് ആണ് കിട്ടുന്നത് എന്നുള്ളത് കാണാൻ പറ്റും. ക്ലെയിം അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മിസ്റ്ററി ബോക്സ് വരും. ആ മിസ്റ്ററി ബോക്സിനുള്ളിൽ നിന്ന് എത്ര പ്രീമിയം പോയിന്റ്സ് ആണ് നിങ്ങൾക്ക് കിട്ടിയെന്ന് കാണാൻ പറ്റും. അത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ക്ലെയിം അടിക്കാൻ ഇപ്പോൾ പറ്റില്ല. പെൻഡിങ് എയർ ഡ്രോപ്പ് എന്നാണ് ഉണ്ടാവുക. കാരണം ഇപ്പോൾ എയർ ഡ്രോപ്പ് വന്നിട്ടില്ല. ഈ ഒരു ഇവൻറ്റ് മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ ഒരു ഇവൻറ്റ് നടക്കുന്ന ഡേറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓഗസ്റ്റ് 8-ാം തീയതി മുതൽ ഓഗസ്റ്റ് 22-ാം തീയതി വരെയാണ്. അപ്പോൾ നിങ്ങൾക്ക് 22-ാം തീയതി വരെ ഇത് ചെയ്യാൻ സമയമുണ്ട്. ഇപ്പോൾ നമുക്ക് കിട്ടിയ പ്രീമിയം ടോക്കൺ റവോക്സിൻ്റെ ടോക്കൺ ബൈബിറ്റിൽ ലിസ്റ്റ് ആയതിനു ശേഷം നമുക്ക് കൺവേർട്ട് ആക്കി സെല് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഉടനെ തന്നെ ചെയ്യും ലിസ്റ്റ് ആയതിനു ശേഷം. ഓക്കെ, അപ്പോൾ തിരക്കാക്കാതിരിക്കുക, പേഷ്യൻ്റായി വെയിറ്റ് ചെയ്യുക. ഉടനെ തന്നെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ നടക്കും. ഇനി വരുന്ന അപ്ഡേറ്റ്സ് കിട്ടാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ ടെലഗ്രാം ചാനലിലും ജോയിൻ ചെയ്യുക. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. സീ യു സൂൺ. ബൈ.